തേൻപാറയിൽ തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിച്ച് കരടി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ നീക്കം നിരീക്ഷിക്കുമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടിവെച്ച് കരടിയെ പിടികൂടുന്ന കാര്യം പരിഗണനയിലെന്നും ചൊവ്വാഴ്ച നേരിട്ട് കരടി ഭീതി നിലനിൽക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്നും നിലമ്പൂർ സൗത്ത് DFO പി പ്രവീൺ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തോടെ പ്രതികരിക്കുകയായിരുന്നു സൗത്ത് DFO. കഴിഞ്ഞ ഒരാഴ്ചയായി കരടി തേൾപ്പാറ TK കോളനി ആന്റണിക്കാട് ഒളാർവട്ടം ഭാഗങ്ങളിലാണ് കർഷകരുടെ തേൻപെട്ടികൾ തകർക്കുന്നത്. വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് തുടരുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും കൃഷിയിടങ്ങളിലെത്തി കരടി തേൻപെട്ടികൾ തകർക്കുകയാണ്. കാളികാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകരും RRT വിഭാഗവുമാണ് പട്രോളിംഗ് നടത്തുന്നത്. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് കരടി തന്നെയാണെന്നും ഇവിടെ കരടിക്ക് താമസിക്കുവാൻ കഴിയുന്ന വനമേഖല ഉണ്ടെന്നും സൗത്ത് DFO പറഞ്ഞു. അവിടെ തങ്ങാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ടാണ് കരടി അവിടെ നിന്നിട്ട് ഇറങ്ങി എല്ലാ ദിവസവും ഇറങ്ങി ഒരെണ്ണമുണ്ട്. നേരത്തെ അത് ഈ സീസൺ ആകുമ്പോൾ ഇറങ്ങി. കരടിയെ കൂട് വെച്ച് പിടിക്കുക പ്രയാസകരമാണ്. മയക്കുവെടി വെച്ചാലും കരടിയുടെ ശരീരപ്രകൃതി വെച്ച് ഫലമുണ്ടാകുവാൻ സാധ്യത കുറവാണ്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ വാസസ്ഥലം കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനാണ് മുൻഗണന നൽകുകയെന്നും DFO പറഞ്ഞു. രാത്രികാല പെട്രോളിംഗ് കഴിഞ്ഞ 6 ദിവസമായി തുടരുകയാണെന്ന് വനം RRT വിഭാഗവും പറഞ്ഞു. ഈ കരടി പ്രശ്നം നമ്മോട് വിളിച്ചു, നമ്മൾ അന്ന് ചെന്ന് പരിശോധിച്ചതാണ്. അപ്പൊ അവിടെ ആളുകൾ കണ്ടു എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ റെഗുലറായിട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫും RRTയും കൂടെ ചേർന്നിട്ട് നമ്മൾ റെഗുലറായിട്ട് പെട്രോളിംഗ് നടത്തുന്നത്. പിന്നെ RRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മലപ്പുറം ജില്ലേന്റെ പകുതിയോളം ഭാഗത്ത് നമുക്ക് പല പല കേസുകൾ വരുന്നതാണ്. ആ സമയത്ത് നമ്മൾ പല സ്ഥലത്ത് എത്തണം. എന്നായിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡ്യൂട്ടിക്കിടയിൽ എത്തുന്നത്. രാത്രിയൊക്കെ അവിടെ തന്നെ, പിന്നെ രാത്രി പെട്രോളിംഗ് അവിടെ തന്നെ. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രമുഖമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പെട്രോളിംഗ് എന്തായാലും അവിടെ ഉണ്ട്. ആളുകൾ കണ്ടു എന്ന് പറയുന്നതല്ലാണ്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. ആ മതിലിന്റെ മുകളിൽ വെച്ച് കയറിയത് കണ്ടു, അല്ലാതെ അതിന് ശേഷം നമുക്ക് തേൻകൂട് പൊളിച്ചത് കണ്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ കണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ മറ്റുള്ള ജീവി പോലെ ഇല്ലല്ലോ. കരടിയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ സമയത്ത് ചെയ്യുന്നുണ്ട്. 200ഓളം കർഷക കുടുംബങ്ങളും ആദിവാസി കുടുംബങ്ങളും താമസിക്കുന്ന തേൾപ്പാറ മേഖലയിൽ കരടികൾ തേൻപെട്ടികൾ തകർക്കുന്നത് ഗൗരവമായി എടുക്കണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ DFOയോട് ആവശ്യപ്പെട്ടു. വയനാട്ടിലെ വാഗേരിയിൽ യുവാവിനെ കടുവ കടിച്ചുകൊന്ന ശേഷമാണ് വനംവകുപ്പ് ഇടപെടൽ ഉണ്ടായത്. തേൾപ്പാറയിൽ ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി DMS ആഷിഫ്, സൈഫു എനാദി, പ്രവീഷ് അമരമ്പലം എന്നിവർ ആവശ്യപ്പെട്ടു. എന്തായാലും കരടി ശല്യത്തിന് പരിഹാരമുണ്ടാക്കുവാൻ നടപടിയെടുക്കുമെന്ന് DFO പി പ്രവീൺ പറഞ്ഞു.